ഇന്നാണ് മോനൂട്ടന്റെ സ്കൂൾ പ്രവേശനോത്സവം. രാവിലെ തന്നെ വിളിച്ചുണർത്തി കുളിപ്പിച്ച് പുതിയ ഉടുപ്പൊക്കെ കാണിച്ച ആളിനെ കൺവിൻസ് ചെയ്തു. കയ്യിൽ ഒരു സ്പ്രേ കുപ്പിയുടെ കൊടുത്തപ്പോഴത്തേന് ആള് പൂർണ്ണമായിട്ടും കൺവിൻസ്ഡ് ആയി. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഇവരെ കൊണ്ടൊക്കെ ഭക്ഷണം കഴിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇവരെയൊക്കെ വിളിച്ചുണർത്തി സ്കൂളിൽ വിടുന്ന കാര്യത്തിൽ നമ്മുടെയൊക്കെ ഭാര്യമാരെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ഇതിനിടയിലായിരുന്നു വീട്ടിലെ ഇളയ ആളുടെ എൻട്രി. ഇനി ഇവനെ കൂടി ഡീല് ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയാലോ എന്ന് വരെ ആലോചിച്ചു പോയി. ഇന്ന് സ്കൂളിൽ പോകാതിരിക്കാൻ ഞാൻ എന്ത് കാരണം കണ്ടെത്തുമെന്നുള്ള നിലയിൽ അവൻ ബാഗിന്റെ സിബും വാട്ടർ ബോട്ടിലും ഒക്കെ പരിശോധിക്കുന്നുണ്ട്. എന്നാൽ ഇന്നിനി ഈ പണിയൊന്നും നടക്കില്ല എന്ന ഉദ്ദേശം മനസ്സിലായതോടുകൂടി ആ ശ്രമം എല്ലാം ഉപേക്ഷിച്ചു. അങ്ങനെ ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിച്ച ആശ്വാസത്തിലിരിക്കുന്ന എനിക്ക് വീണ്ടും ഒരു യുദ്ധം ആരംഭിച്ച പ്രതീതി നൽകിക്കൊണ്ട് നീണ്ട 2 മാസത്തിന് ശേഷം മോനിട്ടൻ വീണ്ടും സ്കൂളിലേക്ക്. ഏതോ കല്യാണത്തിന് പോകണമെന്ന് കരുതിയിട്ട് അവന്റെ അനിയൻ മിഫ്തു. ഈ ഒരു പോക്ക് ഇവനൊരു എന്റർടൈൻമെന്റ് മാത്രമായതുകൊണ്ട് ഇവനാണ് ധൃതി കൂടുതൽ. അങ്ങനെ ഇന്നത്തെ ദിവസം സന്തോഷത്തോട് കൂടിയിട്ട് മോനൂട്ടനെ കൊണ്ടാക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടി മോനൂട്ടന്റെ സ്കൂളിലേക്ക്. അങ്ങനെ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ സഞ്ചരിച്ച് ഞങ്ങൾ മോനൂട്ടൻ പഠിക്കുന്ന സ്കൂളിലെത്തി. ഇതാണ് സ്കൂള്, ജോയ്സ് കിഡ്സ്. പുതിയകാവിന് പടിഞ്ഞാറ് വശത്തായിട്ട് വരും. പ്ലേ ക്ലാസ് മുതൽ മുന്നോട്ട് ഈ സ്കൂളിലാണ് പഠിക്കുന്നത്. ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ കുഞ്ഞിനെ ആദ്യമായിട്ട് സ്കൂളിൽ വിടുമ്പോൾ ഒരു ആകുലതയൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഈ സ്കൂളിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ആ ഒരു പേടി ആദ്യം മുതലേ ഇല്ലായിരുന്നു. കാരണം അവിടുത്തെ അന്തരീക്ഷം അത്രയ്ക്ക് പോസിറ്റീവാണ്. പ്രത്യേകിച്ച് അവിടുത്തെ ടീച്ചേഴ്സ്, അധ്യാപകർ എന്നതിലുപരി അമ്മമാരെ പോലാണ് അവർ കുട്ടികളെ ചേർത്ത് പിടിക്കുന്നത്. സ്നേഹത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, പഠനത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഈ പുസ്തകങ്ങൾ മാത്രം നോക്കി പഠിപ്പിക്കാതെ കുട്ടികൾക്ക് ആസ്വദിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു പഠന രീതിയാണ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോന്റെ അക്കാഡമിക് ഫൗണ്ടേഷൻ ഒക്കെ ഇവിടെ ഭദ്രമായിരിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. ബൈ.